ഹായ് ഫ്രണ്ട്സ്, ടീസ്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം 3 മാസത്തോളമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ചെറിയൊരു ബ്രേക്ക് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചില തിരക്കുകൾ കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് സോണി പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ റെലവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏകദേശം 2-3 മാസമായി പുറത്തിറങ്ങിയിട്ട് സോണി അനൗൺസ് ചെയ്തിട്ട്. സോണിയുടെ ഏറ്റവും പുതിയ ക്യാമറ ആയിട്ടുള്ള സോണി A7 IV എന്ന് പറഞ്ഞ ക്യാമറയുടെ റിവ്യൂ ആണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 21-ാം തീയതിയാണ് സോണി ഈ ഒരു ക്യാമറ അനൗൺസ് ചെയ്തത്. സോണി A7 IV എന്ന് പറഞ്ഞുള്ള ക്യാമറ അനൗൺസ് ചെയ്തത്. ഇപ്പോൾ സോണി ക്യാമറാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എസ് സീരീസിൽ വരുന്ന ക്യാമറകൾ സോണി A7 S3 പോലുള്ള ക്യാമറകളൊക്കെ തന്നെ വീഡിയോഗ്രാഫിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാമറകളാണ്. നമുക്ക് നല്ല രീതിയിൽ വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന വീഡിയോഗ്രാഫി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാമറാസാണ് A7 S3 പോലുള്ള എസ് സീരീസിൽ വരുന്ന ക്യാമറാസ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാമറാസാണ് R സീരീസിൽ വരുന്ന ക്യാമറകൾ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A7 R4 പോലുള്ള ക്യാമറാസൊക്കെ തന്നെ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന ഹൈ മെഗാ പിക്സലുള്ള നല്ല ക്യാമറാസാണ്. സോ അത് ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാമറാസാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ക്യാമറാസ് ഉണ്ട്. നമുക്ക് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഡീസൻറ്റ് പെർഫോമൻസ് വരുന്ന ക്യാമറാസും ഈ ഒരു രണ്ട് സെഗ്മെൻറ്റിൻ്റെ ഇടയ്ക്കുണ്ട്. നമ്മുടെ A7 III എന്ന് പറഞ്ഞ ക്യാമറ, എല്ലാവർക്കും അറിയാവുന്ന ക്യാമറയാണ് A7 III എന്ന് പറയുന്ന ക്യാമറ. സോ ആ ഒരു ക്യാമറ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, ഹൈബ്രിഡ് ആയിട്ട് നമുക്ക് രണ്ടും നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് A7 III എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ആ ഒരു ഹൈബ്രിഡ് മോഡലായിട്ടുള്ള A7 IIIയുടെ സക്സസറാണ് A7 IV എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ 2018 നമ്മുടെ ഫെബ്രുവരി 26-ാം തീയതിയാണ് A7 III എന്ന് പറഞ്ഞ ക്യാമറ സോണി അനൗൺസ് ചെയ്തത്. ഇപ്പോൾ 3 വർഷത്തിന് ശേഷം അതിനൊരു സക്സസറായിട്ടുള്ള A7 IV എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. സോ ആ ക്യാമറയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, A7 IIIയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് A7 IVൽ വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. അതുകൊണ്ട് നമുക്ക് സെൻസറിൻ്റെ കേസ്, സ്പെസിഫിക്കേഷൻ ലെവലിൽ സെൻസറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 33 മെഗാ പിക്സലിൻ്റെ ഒരു BSI CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രൊസറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ BIONZ XR പ്രൊസറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് പ്രൊസറുമാണ്, ഡീസൻറ്റ് സെൻസറുമാണ് ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ISO റേഞ്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 100 മുതൽ 51,200 വരെയാണ് ISO റേഞ്ച് വന്നിട്ടുള്ളത്. ഈ മിനിമം ISO മാക്സിമം ISO ബൂസ്റ്റഡ് ISO നോക്കുകയാണെങ്കിൽ 50 തൊട്ട് 2,04,800 വരെയാണ് ISOയുടെ കേസ് വന്നിട്ടുള്ളത്. ഷട്ടർ സ്പീഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 30 മുതൽ 1/8000 സെക്കൻഡ്സ് വരെയാണ് ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ISO റേഞ്ചും ഷട്ടർ സ്പീഡുമാണ് ഈ ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വൈറ്റ് ബാലൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 7 വൈറ്റ് ബാലൻസ് പ്രിസെറ്റുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് സ്റ്റെബിലൈസേഷൻ്റെ കേസാണ്. സ്റ്റെബിലൈസേഷൻ നോക്കുകയാണെങ്കിൽ 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ, സെൻസർ ടിൽറ്റ്, സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. 5.5 സ്റ്റോപ്പ് സ്റ്റെബിലൈസേഷൻ ആണെന്നാണ് സോണി അവകാശപ്പെടുന്നത്. നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോയും ഫോട്ടോയും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോയിൽ നമുക്ക് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ JPEG നമുക്ക് ഷൂട്ട് ചെയ്യാം. JPEG നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഫൈൻ, നോർമൽ എന്നിങ്ങനെ 3 രീതിയിൽ നമുക്ക് ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. JPEG ഫോർമാറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ 759 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ആണ് ഈ ഒരു ക്യാമറയുടെ അകത്ത് വന്നിട്ടുള്ളത്. വളരെ മികച്ച രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ പോലുള്ള എല്ലാവിധ ഐ ഡിറ്റക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മികച്ച ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ അകത്ത് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് കൂടിയ ഓട്ടോ ഫോക്കസ് പോയിന്റ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് A7 IV എന്ന് പറഞ്ഞ ക്യാമറയുടെ അകത്ത് വന്നിട്ടുള്ളത്. നമ്മളിതിൻ്റെ ക്രോപ്പ് ഫാക്ടറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1 ആണ്. നമ്മുടെ ഫുൾ ഫ്രെയിം ക്യാമറ ആയതുകൊണ്ട് തന്നെ 1 ആണ് അതിൻ്റെ ക്രോപ്പ് ഫാക്ടർ വന്നിട്ടുള്ളതെന്ന് പറയാവുന്നതാണ്. മാനുവൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സോണി A7 IV എന്ന് പറയാനാവും. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേയുടെ കേസ് നോക്കുകയാണെങ്കിൽ 3 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയുടെ അകത്ത് വന്നിട്ടുള്ളത്. 1.03 മില്യൺ ഡോട്ട്സ് ആണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വ്യൂ ഫൈൻഡറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതൊരു മിറർലെസ് ക്യാമറയാണ്, ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ്. 100% കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന 3.6 മില്യൺ ഡോട്ടുള്ള വളരെ ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള വിഷ്വൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. 100% കവറേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഹോട്ട് ഷോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹോട്ട് ഷോ അവൈലബിൾ ആണ് ഈ ഒരു ക്യാമറയുടെ അകത്ത്. എക്സ്റ്റേണലായിട്ട് ഓഡിയോ ഡിവൈസസും സൗണ്ട് ഡിവൈസസും നമ്മുടെ ഫ്ലാഷൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോട്ട്
ഓപ്ഷൻ അവൈലബിൾ ആണ്, എന്നാലൊരു ബിൽറ്റ് ഇൻ ഫ്ലാഷ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. എക്സ്പോഷർ കോമ്പൻസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ +or-5 ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ഡ്രൈവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 10 FPS 10 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്കൊരു സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. 10 ഫ്രെയിം നമുക്കൊരു സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ A7 III എന്ന് പറഞ്ഞ ക്യാമറയിലും 10 FPS തന്നെയാണ് വന്നിരുന്നത്. സോ അതേ ഒരു കേപ്പബിലിറ്റി ഈ ഒരു ക്യാമറയിലും സോണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് A7 IV എന്ന് പറയാൻ സാധിക്കും. 4K 60, 50, 30, 25, 24 പോലുള്ള ഡിഫറെൻറ്റ് ഫ്രെയിം റേറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഫുൾ HD കേസ് നോക്കുകയാണെങ്കിൽ 120, 100, 60, 50, 30, 25, 24 പോലുള്ള ഡിഫറെൻറ്റ് ഫ്രെയിം റേറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. 120 ഫ്രെയിംസ് ഫുൾ HD നമുക്ക് ഷൂട്ട് ചെയ്യാം. സോ അത്യാവശ്യം നല്ല സ്ലോ മോഷനൊക്കെ എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഡീസൻ്റ് ആയിട്ട് 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോഗ്രാഫി ഫീച്ചേഴ്സാണ് ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ കളർ ടോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും S-Log3, S-Cinetone പോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചർ പ്രൊഫൈൽസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ് വീഡിയോഗ്രാഫിക്കൊക്കെ തന്നെ. അതുകൂടാതെ തന്നെ 10 പ്രിസെറ്റുകളും നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഈ ഒരു ക്യാമറ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല വീഡിയോഗ്രാഫി ഫീച്ചേഴ്സാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ക്യാമറയുടെ സ്പീക്കറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു മോണോ സ്പീക്കറാണ് വന്നിട്ടുള്ളത്. മൈക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുള്ള മൈക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതൊരു സ്റ്റീരിയോ മൈക്കാണ് വന്നിട്ടുള്ളത്. സോ അതാണ് പറയാനായിട്ടുള്ളത്. മൾട്ടി കാർഡ് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയാണ്. നമുക്ക് 2 മെമ്മറി കാർഡ് ഈ ഒരു ക്യാമറ എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പറ്റുന്നൊരു ക്യാമറയാണ്. മൾട്ടി കാർഡ് സ്ലോട്ടുള്ളൊരു ക്യാമറയാണ് A7 IV എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ USB കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ USB 3.2 Gen 2ലുള്ള 10 GB/s വരെ ട്രാൻസ്മിഷൻ സ്പീഡുള്ള ഒരു USB കണക്ടിവിറ്റിയാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. USB-C ടൈപ്പ് ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ വളരെ സ്പീഡ് കൂടിയ നല്ല പെർഫോമൻസ് ഉള്ളൊരു കണക്ടിവിറ്റി കേപ്പബിലിറ്റിയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി മറ്റ് പോർട്ടുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മൈക്രോ HDMI പോർട്ട് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ മൈക്ക് പോർട്ട്, പിന്നെ ഹെഡ്ഫോൺ പോർട്ട് പോലുള്ള പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ വയർലെസ് നമുക്ക് വൈഫൈ അവൈലബിൾ ആണ്, വൈഫൈ ഫീച്ചർ അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റിമോട്ട് കൺട്രോളൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സോണിയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യാനൊക്കെ തന്നെ സാധിക്കും. സോ അത്രയാണ് ഒരു ക്യാമറയുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻ്റലി സീൽഡ് ആയിട്ടുള്ള ക്യാമറയാണ്, അല്ലെങ്കിൽ വെതർ സീൽഡ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് A7 IV എന്ന് പറയുന്നത്. അത്യാവശ്യം മോയ്സ്ചറൊക്കെ തന്നെ റിപ്പൽ ചെയ്യുന്ന ഒരു ക്യാമറയാണ് A7 IV എന്ന് പറയാൻ സാധിക്കും. പൂർണ്ണമായിട്ട് നനയ്ക്കാൻ പറ്റുന്നല്ല, വെതർ സീൽഡാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഈർപ്പൊക്കെ തന്നെ റിപ്പൽ ചെയ്യുന്ന ക്യാമറയാണ് A7 IV എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കേസ് ആദ്യം നോക്കുകയാണെങ്കിൽ NP-FZ 100 ടൈപ്പ് ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ A7 III യൂസ് ചെയ്തിരുന്ന A7 സീരീസിൽ യൂസ് ചെയ്തിരുന്ന സെയിം ബാറ്ററി തന്നെയാണ് NP-FZ 100 എന്ന് പറയുന്നത്. സെയിം ബാറ്ററി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 580 ഷോട്ട്സ് പെർ ചാർജാണ് ബാറ്ററി ലൈഫ് അവകാശപ്പെടുന്നത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബാറ്ററി ലൈഫ് തന്നെയാണ്. ഈ ഒരു ക്യാമറയുടെ ഒരു മിറർലെസ് ക്യാമറയാണ്, ഒരു ഫുൾ ഫ്രെയിം ആണ്. സോ ആ ഒരു റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ ക്യാമറ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാമറയിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ USB ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയാണ് A7 IV എന്ന് നമുക്ക് പറയാവുന്നതാണ്. ക്യാമറയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 659 ഗ്രാമാണ് ക്യാമറയുടെ വെയിറ്റ് വന്നിട്ടുള്ളത്. മറ്റ് സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓറിയൻറ്റേഷൻ സെൻസർ ഈ ഒരു ക്യാമറയിലും അവൈലബിൾ ആണ്. GPS ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സോണിയുടെ ഏറ്റവും പുതിയ ക്യാമറ ആയിട്ടുള്ള Sony A7 IV എന്ന് പറഞ്ഞ ക്യാമറയെക്കുറിച്ച്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മളതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞില്ല. ബോഡി ഓൺലി പ്രൈസ് വന്നിട്ടുള്ളത് 1,85,000 രൂപയുടെ അടുത്താണ്. ഏകദേശം 1,85,000 രൂപയുടെ അടുത്താണ് ബോഡി ഓൺലി പ്രൈസ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് തരുന്നൊരു ക്യാമറ തന്നെയാണ്. സ്പെസിഫിക്കേഷൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്നൊരു ക്യാമറ തന്നെയാണ് A7 IV എന്ന് നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ പറഞ്ഞ A7 IIIയുടെ സക്സസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളായിട്ട് എനിക്ക് തോന്നിയത് മെയിനായിട്ട് സെൻസറിൻ്റെ കേസ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓൾസോ പ്രൊസസറിൻ്റെ കേസിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവിടെ 24 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ 33 ആയിട്ടുണ്ട്. BIONZ പ്രൊസസർ, ഇവിടെ BIONZ XR പ്രൊസസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ISOയിലും ഷട്ടർ സ്പീഡിലും വലിയൊരു മാറ്റം കാണുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 4K 60 ഫ്രെയിംസിൽ നമുക്ക് A7 IV നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം തോന്നുന്നു. ഡിസ്പ്ലേയുടെ കേസ് നമ്മൾ പറഞ്ഞു, വ്ളോഗിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. 180 ഡിഗ്രി വരെ തിരിക്കാൻ പറ്റുന്ന ടച്ച് സ്ക്രീനുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. A7 III എന്ന് പറഞ്ഞ ക്യാമറയിൽ നമുക്കറിയാം ജസ്റ്റ് എടുക്കാനും ഒരു ലോവർ ആംഗിൾ ഷോട്ടൊക്കെ എടുക്കാൻ അങ്ങനെ പറ്റുന്നതായിരുന്നുള്ളൂ. നമുക്ക് വ്ളോഗിങ് ഫ്രണ്ട്ലി ആയിട്ട് 180 ഡിഗ്രി തിരിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ ഈ ഒരു ക്യാമറയിൽ
നമ്മൾ മുന്നേ റിവ്യൂ ചെയ്ത ക്യാമറയാണ് A7C. ആ ഒരു A7C എന്ന് പറഞ്ഞ ക്യാമറയിൽ ഉള്ളതുപോലെ ഡിസ്പ്ലേ നമുക്ക് തിരിച്ചുകൊണ്ട് വ്ളോഗിങ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. സോ വ്ളോഗിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് A7 IV എന്ന് നമുക്ക് പറയാവുന്നതാണ്. അത്രയൊക്കെ തന്നെ ഇതിൻ്റെ വ്യത്യാസങ്ങളായിട്ട് മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കണക്ടിവിറ്റിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ തന്നെ, ട്രാൻസ്മിഷൻ സ്പീഡിലൊക്കെ തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സോ അത്രയൊക്കെയാണ് മേജറായിട്ട് A7 IIIയിൽ നിന്ന് A7 IVന് എന്താ വ്യത്യാസങ്ങൾ എന്ന് പറയാൻ സാധിക്കും. സോ അത്രയാണ് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ 3 മാസം മുന്നേ ഇറങ്ങിയൊരു ക്യാമറയാണ്. ഞാൻ അന്ന് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പക്ഷേ പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമുക്കിപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വരുന്ന ഒരു ക്യാമറയാണ് A7 IV എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.